നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഞങ്ങളെ എല്ലാം പിരിച്ച് പല വഴിയാക്കിയിട്ട് നീ മാത്രം സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങുകയല്ലേ? നിന്നെ ഞാൻ എന്താടി എന്താടി നോക്കി പഠിപ്പിക്കുന്നേ? എത്ര സന്തോഷത്തോടെ കഴിഞ്ഞ വീടായിരുന്നു ഇതെന്നറിയോ? നീ ഇവിടെ വലതുകാലം വെച്ച് വന്ന് കയറിയതോടെ എന്റെ കുടുംബം തകർന്നു തുടങ്ങി. എന്റെ അനുജന്റെയും അനിയത്തിയുടെയും ജീവിതം നശിച്ചു. എല്ലാത്തിന്റെയും കാരണം നീ അടി. എടി, നീ ഒറ്റ ഒരുത്തിയാടി. ഞാൻ എന്ത് ചെയ്തിട്ടാ ഇന്ദ്രേട്ടാ? എന്ത് ചെയ്തെന്നോ? ഇനി കൂടുതൽ നീ എന്ത് ചെയ്യാൻ ആടി? ഞാനെന്താ ചെയ്തതെന്ന്? എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് നീയും നിന്റെ സഹോദരങ്ങളും നിന്റെ അച്ഛനും ഒക്കെ ചേർന്ന് ആഘോഷിക്കണം അല്ലേടി? അതിനെല്ലാം കൂടി എന്റെ വീട്ടിലടക്കം വന്ന് ആഘോഷിക്കും അല്ലേ? ആഘോഷിക്കാം, ആഘോഷിക്കണം, ആഘോഷിപ്പിക്കാം. എടേ, നിനക്ക് നിന്റെ വീട്ടുകാരുടെ സന്തോഷമാടി വലുത്. അതാണ് നീ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ കുറിച്ചൊന്നും നിനക്കൊരു ചിന്തയേയില്ല. അതുകൊണ്ടാ സത്യം ചെയ്യാൻ പറഞ്ഞിട്ട് നീ ചെയ്യാതിരുന്നത്. നീ സത്യം ചെയ്യില്ല അല്ലേ? അപ്പൊ പിന്നെ നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. എടേ, നിനക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ലേ? എടേ, നീയും ഞാനും തമ്മില് ഒരു ബന്ധം ഉണ്ടാവില്ല ഇനി. ഇല്ല, നിന്നെ എന്റെ ജീവിതത്തിൽ എന്നേക്ക് വേണ്ടി ഞാൻ ഒഴിവാക്ക. നാളെ നേരം വെളുത്താ പിന്നെ ഈ വീട്ടിൽ കണ്ടുപോരുന്നു നിന്നെ. കേട്ടോ? നിന്റെ പെട്ടിയും കോടച്ചക്രവും കുന്തവും എല്ലായിടത്തും ഇറങ്ങിക്കോണം ഇവിടുന്ന്. മനസ്സിലായി? എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം. എടി, എനിക്കറിയാമോ? എന്റെ കുഞ്ഞിനെ കൂടി ഇനിയും അകറ്റാൻ നിന്നെ ഒന്നും ഞാൻ സമ്മതിക്കത്തില്ലടി. മര്യാദയ്ക്ക് പൊക്കോണം. നാളെ രാവിലെ മുതല് എന്നെ കണ്ടുപോലും ഇവിടെ. മനസ്സിലായി? മോനെ, പിച്ചു മോനെ, വാടാ. അച്ഛൻ വന്നടാ മോനെ. പിച്ചു മോനെ, അച്ഛൻ വന്നടാ.
നിനക്ക് നിന്റെ വീട്ടുകാരാണ് വലുതെങ്കിൽ അവരോടൊപ്പം പുറത്തോളം ഞാൻ അന്നേ പറഞ്ഞല്ലേ. അതല്ല, നിനക്ക് എന്റെ കൂടെ ജീവിക്കണമെങ്കിൽ എനിക്ക് വേണ്ടാത്തവരെ നീയും വേണ്ടാന്ന് വെക്കണം. അല്ലാതെ എന്റെ താലിയും കഴുത്തിലിട്ടുകൊണ്ട് എന്നെ ചതിച്ച് ജീവിക്കാന്ന് നീ കരുതണ്ട. അച്ഛനെ വേദനിപ്പിക്കാതിരിക്കാൻ പലതും ത്യജിച്ചവളാ ഞാൻ. അന്നത് എന്റെ അച്ഛന് വേണ്ടിയാണല്ലോ എന്നോർത്ത് ഞാൻ അഭിമാനിച്ചിരുന്നു. പക്ഷെ ഇന്ന് എന്റെ വേദന കാണാൻ അച്ഛന് കഴിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. മോളെ മഞ്ചാടി, എന്തിനാ മോളെ ഇവിടെ ഇരുന്നുറങ്ങുന്നേ? മുറിയിൽ പോയി കിടന്നൂടെ? രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ആഹാരം കഴിക്കാൻ വരുമെന്ന് കരുതി കാത്തിരുന്ന ഇതുവരെ വന്നില്ല അച്ഛാ. നീയോ ഒന്നും കഴിച്ചില്ലേ? ഇല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കായിരുന്നു. അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. അപ്പോ ഞാൻ മാത്രമേ ഇന്നിവിടെ അത്താഴം കഴിച്ചുള്ളൂ. ഞാനൊന്നും കഴിക്കാതിരുന്ന എന്റെ മക്കളും പട്ടിണി കിടക്കുമല്ലോ എന്ന് കരുതിയിട്ടാ വിശപ്പില്ലെങ്കിലും ഞാൻ വല്ലതും കഴിച്ചത്. എന്നിട്ടിപ്പോ രഘുവേട്ടനും അമ്പിളി ചേച്ചിയും ഇതുവരെ ആ തകർച്ചയെന്ന് കരകയറിയിട്ടില്ല അച്ഛാ. ഈ കുടുംബത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് ഓർക്കുമ്പോ എനിക്ക് പഠിക്കാൻ പോലും പറ്റുന്നില്ല. ഏയ്, അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടാവും. കുന്നിന്റെ ഉയരം കണ്ട് പകച്ചും കിതച്ചൊന്നും ഇരിക്കരുത്. എങ്ങനെയെങ്കിലും കയറി തീർക്കണം. എങ്കിലേ ആശ്വാസത്തിന്റെ കുന്നിറക്കം അനുഭവിക്കാൻ കഴിയൂ. ഇനി എന്ത് വഴിയാ അച്ഛൻ നമ്മുടെ മുമ്പിലുള്ളത്? അങ്ങനെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അച്ഛൻ അത് രഘുവേട്ടനോടും അമ്പിളി ചേച്ചിയോടും പറ. അവർക്ക് പ്രതീക്ഷ കൊടുത്താലേ ഈ കുടുംബം ഇനി ഉയർത്തെഴുന്നേക്കൂ. ശരി മോള് വാ. ആദ്യം നമുക്ക് രഘുവിനെ അമ്പിളിയും വിളിച്ചെഴുന്നേപ്പിച്ച് ആഹാരം കഴിപ്പിക്കാം. നീ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അവര് അത്താഴപ്പട്ടിണി കിടക്കരുതല്ലോ. വാ മോളെ, എഴുന്നിട്ട് വാ.